സമാധാനമായല്ലോ. ഇനി റൂമിലേക്ക് പൊക്കോളൂ. ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ റൂമിലേക്ക് അറിയിക്കാം. നേഴ്സ് പുറത്തേക്ക് വന്ന് പറഞ്ഞപ്പോൾ ജിതിനും നിലയും അവരുടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഇത് ഇന്നലെ രാത്രി സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും അല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ മറ്റൊരു നേഴ്സ് ജിതിനും നിലയും പോകുന്നത് നോക്കി ചോദിച്ചു. ആ, അത് നീലിമയുടെ ഹസ്ബൻഡും നാത്തൂനുമാണ്. നാത്തൂനോ? അല്ല, അത് നീലിമയുടെ അനിയത്തിയാണ്. ആണോ? ഞാൻ കരുതിയത് ആളുടെ അനിയത്തിയാണെന്ന്. എന്തായാലും രണ്ടാൾ നല്ല കൂട്ടാണ്. ഇന്നലെ വന്നപ്പോൾ മുതൽ ആ ടെൻഷനിലൊക്കെ ആൾക്ക് സപ്പോർട്ടായി നിന്നതൊക്കെ ആ കുട്ടിയാണ്. ഇന്നലെ പരസ്പരം താങ്ങായി നിന്നതും ഇന്ന് വാവയെ കാണാൻ ജനാലയ്ക്കൽ ഒന്നിച്ച് തലവച്ച് നിന്നതും ഓർത്തു ചിരിയോടെ ആ നേഴ്സ് പറഞ്ഞു. രണ്ടാൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കഴിക്കാനുള്ളത് വാങ്ങിക്കൊടുത്തത് അച്യുതൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നില ചെന്നതേ അമ്മമ്മയ്ക്കും ഷീജയ്ക്കും അടുത്തേക്ക് ചെന്നിരുന്ന് വാവയെ കണ്ടതും നീലിമയെക്കുറിച്ച് നേഴ്സ് പറഞ്ഞതുമൊക്കെ അവരോട് കൂടി പറഞ്ഞു. കുഴപ്പമൊന്നും കാണില്ല എൻ്റെ കുഞ്ഞിന്, അമ്മൂമ്മ പ്രാർത്ഥനയോടെ പറഞ്ഞു. ദേ അച്ഛൻ ഫുഡ് വാങ്ങി വച്ചിട്ടാണ് പോയത്. രണ്ടാളും വേഗം കഴിക്കി. അലക്സ് ഡോക്ടർ 9 മണിയാകുമ്പോഴേക്കും എത്തും. ഷീജ എടുത്തു കൊടുത്ത ദോശ രണ്ടാളും കൂടി ഒരു പാത്രം നിന്നാണ് കഴിച്ചത്. കുറച്ച് പേടിച്ചെങ്കിലും ഇന്നലെ ഒരു രാത്രി കൊണ്ട് ജിതിനും നിലയും ഇടയിലുണ്ടായ പിണക്കം മാറിയതിലുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. 10 മണിയോടെയാണ് പ്രഭ ഡോക്ടർ റൂമിലേക്ക് ചെല്ലാൻ നേഴ്സ് വന്ന് പറയുന്നത്. അച്യുതൻ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് കുളിച്ചു മാറി വന്നിരുന്നു. ജിതിനും അച്യുതനും ഡോക്ടർ റൂമിലേക്ക് കയറിയപ്പോൾ നില പുറത്തെ ചെയറിലിരുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞതും അടുത്തൊരാൾ വന്നിരുന്നത് നില അറിഞ്ഞു. തല മാത്രം ചെരിച്ചവൾ നോക്കി. ആളെ കണ്ടതും നിലയ്ക്കൊരു ആശ്വാസം തോന്നി. ജിതിൻ ചേട്ടൻ വിളിച്ചിരുന്നു. നില നോക്കിയതും വിശ്വജിത്ത് പറഞ്ഞു. അവളൊന്ന് മൂളി. പിന്നെ അവനെ നല്ലോണം നോക്കി. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. മുടി കുറച്ച് നീട്ടം വച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ വെട്ടാൻ മടിച്ചു 2-3 മാസം ഇതുപോലെ കൊണ്ടു നടക്കാറുള്ളത് നില ഓർത്തു. മീശ ഒതുക്കി വെട്ടിയിട്ടുണ്ട്. ഇന്നലെ കണ്ടപ്പോൾ ഇതുപോലെ നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവൾക്ക്. ജിതിൻ ചേട്ടനായുള്ള സങ്കടം മാറിയല്ലേ? ഇന്നലെ രാത്രി തന്നെ ആൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. മറുപടിയായി ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചായയാണ് നില ചെയ്തത്. അവളുടെ ആ പ്രവൃത്തിയിൽ വിശ്വജിത്തൊന്ന് കുളിർത്തു. മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചേർന്നിരിപ്പ്. അവൻ്റെ ഉള്ളിലെ പരിഭവങ്ങൾ അലിയാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഇനി പോണില്ല. ആ ഇരിപ്പിൽ തന്നെ നില പറഞ്ഞു. വിശ്വജിത്ത് മടിയിലിരുന്ന അവളുടെ കയ്യിൽ വിരൽ കോർത്തു. ഉറപ്പിച്ചോ? മുന്നോട്ടിനി അച്ഛൻ്റെ ഹോട്ടലുകൾ നോക്കി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് റിനോവേഷൻ ചെയ്തെടുക്കണം. ഞാൻ വീട്ടിലേക്ക് വരട്ടെ അച്ഛനെ കൂട്ടി? ഹോട്ടലിൻ്റെ കാര്യങ്ങൾ നില പറഞ്ഞു തുടങ്ങും മുന്നേ വിശ്വജിത്ത് ചോദിച്ചു. നില ആ ഇരിപ്പിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണിൽ ഒരു അതിശയം തങ്ങി. ഇനിയൊരു കാത്തിരിപ്പ് എനിക്ക് വയ്യ നില. ഇന്നലെ നീ പോയതിൽ പിന്നെ ആകെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ വന്ന് അമ്മൂമ്മയോടും മാമനോടും സംസാരിക്കട്ടെ? നില ഒരു മറുപടി നൽകും മുമ്പേ ഡോക്ടർ റൂമിൽ നിന്ന് ജിതിനും അച്യുതനും ഇറങ്ങി. വിശ്വജിത്തും നിലയും പെട്ടെന്ന് എഴുന്നേറ്റു. തെളിഞ്ഞ മുഖത്തോടെ ജിതിൻ രണ്ടാളെയും നോക്കി വിശ്വജിത്തിൻ്റെ കയ്യിൽ പിടിച്ചു. നീലിമയ്ക്ക് കുഴപ്പമില്ല. വീഴ്ചയുടെ ആക്കത്തിൽ വന്നൊരു പെയിൻ മാത്രമുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. റൂമിലേക്ക് ഇപ്പോൾ മാറ്റും, ജിതിൻ രണ്ടാളുമായി പറഞ്ഞു. നില സമാധാനത്തോടെ ചിരിച്ചു. അച്ഛാ, ഇത് വിശ്വജിത്ത്, എൻ്റെ ഫ്രണ്ടാണ്. അതിനിടയിൽ തന്നെ ജിതിൻ വിശ്വജിത്തിനെ അച്യുതന് പരിചയപ്പെടുത്തി. നിലയും അച്യുതനും റൂമിലേക്ക് ചെന്നു. ജിതിനും വിശ്വജിത്തും കൂടി നീലിമ കിടക്കുന്നിടത്തേക്ക് നടന്നു. രണ്ടാളിലും ആശ്വാസവും സന്തോഷവുമാണ്. അത് വാക്കുകളിൽ വിവരിക്കാൻ നിൽക്കാതെ പരസ്പരം കൈകളെ മുറുകെ പിടിക്കുകയാണ് അവർ ചെയ്തത്. നീലിമയെ സ്ട്രെച്ചറിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. ഒറ്റ രാത്രി കൊണ്ട് അവളാകെ മില്ലിച്ച പോലെ തോന്നി ജിതിനെ. മുഖം ഒക്കെ വേദന തിങ്ങിയതുപോലെ ചുളിയുന്നുണ്ടെങ്കിലും ജിതിനെ കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു നോട്ടം വിശ്വത്തിലേക്ക് എത്തിയപ്പോൾ അവൾ ചുറ്റും കൂടി ഒന്ന് നോക്കി. നില റൂമിലുണ്ട്. അവളുടെ നോട്ടം കണ്ട് ജിതിൻ പറഞ്ഞു. റൂമിൽ എത്തി എടുത്താണ് നീലിമയെ ബെഡിലേക്ക് കിടത്തിയത്. വേദന കൊണ്ട് അവളൊന്ന് പുളഞ്ഞുപോയി. അതുകണ്ട് എല്ലാവരും ഒരുപോലെ ആശങ്ക വന്നു. വീണത്തിൻ്റെയാണ് നടുവും കാലും വേദന. വേദനയ്ക്ക് തൽക്കാലം പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്. പയ്യെ നടന്നൊക്കെ ഈ വേദന പോകും. നേഴ്സ് കഴിക്കാനുള്ള മരുന്നുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വാവയെ കൂടി റൂമിലേക്ക് കൊണ്ടുവന്നു. നീലിമ കൊതിയോടെ നോക്കുന്നത് കണ്ട് നേഴ്സ് നീലിമയുടെ മുഖത്തേക്ക് കുഞ്ഞിനെ അടുപ്പിച്ച് പിടിച്ചു. നല്ല ഉറക്കമാണ്. നീലിമ കുഞ്ഞിൻ്റെ തലയിൽ ആയി ഒരു ഉമ്മ നൽകി. അപ്പുറത്തെ ബെഡിൽ ഷീറ്റും തുണിയും വിരിച്ച് അതിലേക്കാണ് കുഞ്ഞിനെ കിടത്തിയത്. നീലിമയ്ക്ക് പാലാകുന്നവരെ പൊടി കലക്കി കൊടുക്കണം. ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എണീക്കുമ്പോൾ വിളിച്ചാൽ മതി. എങ്ങനെയാണ് പൊടി കലക്കി കൊടുക്കുക എന്നൊക്കെ കാണിച്ചു തരാം, കുഞ്ഞിനെ ഏൽപ്പിച്ച് മടങ്ങും മുന്നേ നേഴ്സ് പറഞ്ഞു. നല്ല ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനടുത്തായി അമ്മമ്മയും ഷീജയും ഇരുന്നു. സന്തോഷത്തോടെ അവർ കുഞ്ഞിനെയും നീലിമയും നോക്കി. നില നീലിമയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. പേടിപ്പിച്ചല്ലോ ചേച്ചി. നീലിമയുടെ ഇരു കവിളിലും ഉമ്മ നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് നിലയുടെ കവിളിലൊന്ന് തഴുകി.
ജിതിൻ നീലിമയുടെ അടുത്ത് വന്ന് അവളുടെ തലയിലൊന്ന് തലോടി. നില ചിരിച്ചുകൊണ്ട് ജിതിൻ്റെ തോളിൽ തട്ടി. നീലിമയുടെ കണ്ണ് രണ്ടുപേരെയും മാറി മാറി നോക്കി. ജിതിൻ ചിരിച്ചുകൊണ്ട് നീലിമയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് നിലയെ ചേർത്ത് പിടിച്ചു. നിലയും നീലിമയും നോക്കി ചിരിച്ചു. അവരുടെ ചേർന്നിൽപ്പിൽ നീലിമയുടെ കണ്ണു തിളങ്ങി. ഉള്ളിൽ നിന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ തോന്നി നീലിമയ്ക്ക്. ഇത് മോൻ? വാതിക്കൽ നിൽക്കുന്ന വിശ്വത്തിലേക്ക് നോട്ടം പോയതും ഇത് ആരെന്ന പോലെ അമ്മമ്മ തിരക്കി. വിശ്വ, അകത്തേക്ക് വാടാ. ജിതിൻ വേഗം വിശ്വത്തിനകത്തേക്ക് വിളിച്ചു. അച്ഛമ്മ, ഇത് വിശ്വജിത്ത്. ജിതിൻ പരിചയപ്പെടുത്തിയതും അമ്മമ്മ ഒരു നിമിഷം സംശയിച്ചു. പിന്നെ നിലയൊന്ന് നോക്കി. ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ നില അമ്മമ്മയെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. നിലയുടെ മുഖത്തെ കുഞ്ഞി പുഞ്ചിരി അമ്മമ്മയുടെ സംശയം തീർത്തു. അമ്മമ്മ വേഗം എഴുന്നേറ്റ് ചെന്ന് വിശ്വത്തിൻ്റെ കയ്യിൽ പിടിച്ചു. തുടരും സ്നേഹത്തോടെ, അഭിനവി.